നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ബീഹാറിൽ യുവാക്കൾ 55ഓളം സ്മാർട്ട് ഫോണുകൾ കല്ലുകൾ ഉപയോഗിച്ച് അടിച്ചുപൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. ബീഹാറിലെ നോഹ് ജില്ലയിലെ സുഖ്പുരി ഗ്രാമത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. കുറച്ച് യുവാക്കൾ ചേർന്ന് വേദിയിൽ 55ഓളം വിലയേറിയ സ്മാർട്ട് ഫോണുകൾ കല്ലിന് അടിച്ചുപൊട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആരെയും സംശയിപ്പിക്കുന്ന ഈ ദൃശ്യത്തിന് പിന്നിലെ കാരണമാണ് ചർച്ചയിലേക്ക് വഴിമാറിയത്. മൊബൈൽ ഫോൺ ഉപയോഗം വർദ്ധിച്ചതുമൂലം യുവാക്കൾ വഴിതെറ്റുന്നുവെന്നത് ഒരു വസ്തുതയാണ്. മറ്റൊന്ന്, സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നുമുണ്ട്. ഏതായാലും വിലയേറിയ സമയം ജീവിതത്തിൽ അധ്വാനിക്കാനും സമ്പാദിക്കാനും തീരുമാനിച്ചതോടെ ഈ യുവാക്കൾ സ്മാർട്ട് ഫോണുകൾ ഉപേക്ഷിക്കുകയായിരുന്നു അത്രേ. ഇനി കീപാഡ് ഫോണുകൾ മതിയെന്ന് ഈ ഗ്രാമത്തിലുള്ളവർ തീരുമാനിച്ചു. നിയമത്തെ അനുസരിച്ച് ജീവിക്കാൻ നോഹ് ജില്ലാ പോലീസ് സൂപ്രണ്ട് അർപ്പിത് ജെയിൻ അടുത്തിടെ ഇവിടെയുള്ളവർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് എടുത്തിരുന്നു. ഇതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടാണ് യുവാക്കൾ പ്രതീകാത്മകമായി ഫോണുകൾ പൊട്ടിച്ചത്. ഏതായാലും വീഡിയോയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. എന്തായാലും ഗ്രാമവാസികൾ ഹാപ്പിയാണ്. യുവാക്കളുടെ മടി മാറി പണിയെടുത്തോളുമെന്നാണ് ഇവർ പറയുന്നത്. ലോകത്തെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ സ്ഥാപകൻ, വരുമാനത്തിൽ വലിയൊരു പങ്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ബഹുമാന്യൻ, ഇതെല്ലാമായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ മൈക്രോസോഫ്റ്റ് മേധാവി ബിൽഗേറ്റ്സിനെ കുറിച്ചുള്ള പ്രശംസകൾ. എന്നാൽ കുട്ടിപ്പീഡകൻ ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധങ്ങൾ പുറത്തു വന്നതോടെ അഴിഞ്ഞു വീണത് ബിൽഗേറ്റ്സിന്റെ മുഖംമൂടിയാണ്. വിശ്വസിച്ച് കൂടെ നിന്നിരുന്ന ഭാര്യയെ വഞ്ചിച്ചതിന്റെ കഥകൾ പുറത്തു വരുന്നതിന് തൊട്ട് മുൻപാണ് മെലിൻഡ ബിൽഗേറ്റ്സിനെ ഒഴിവാക്കിയത്. അതിനുശേഷം പുറത്തുവന്ന കഥകൾ ലോകത്തെ ഞെട്ടിച്ചു. ഇപ്പോൾ 2 വിവാഹേതര ബന്ധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ബിൽഗേറ്റ്സ് US കോൺഗ്രസ് മുൻപാകെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ നിന്നുള്ള മെഡിക്കൽ എന്റർപ്രണർ ആലിസ് ജേക്കബ്സ്, റഷ്യൻ ആണവശാസ്ത്രജ്ഞ കരീമ നിക്മാറ്റുലിന എന്നിവരുമായി തനിക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നുവെന്ന് ബിൽഗേറ്റ്സ് സമ്മതിക്കുന്നു. എപ്സ്റ്റീൻ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായതോടെയാണ് 27 വർഷത്തെ വിവാഹം അവസാനിപ്പിച്ച് മെലിൻഡ വിവാഹമോചനം നേടിയത്. പീഡകൻ ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധത്തിൽ നേരത്തെ തന്നെ ബിൽഗേറ്റ്സ് സമൂഹത്തോട് ക്ഷമ ചോദിച്ചിരുന്നു. ലണ്ടൻ മറച്ചട്ടിയിൽ കിടന്ന് പൊരിയുന്നതായി മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്രസഭ മേധാവി. ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ ദിനത്തെ നേരിടാൻ രാജ്യം ഒരുങ്ങുമ്പോഴാണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ റുട്ടേറാസിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാഴ്ചകൾ പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുകയാണെന്ന് റുട്ടേറാസ് ലണ്ടൻ ക്ലൈമറ്റ് ആക്ഷൻ വീക്കിൽ വ്യക്തമാക്കി. എൽനിനോ പ്രതിഭാസം ഇക്കുറി സമ്മറിൽ ഗുരുതരമായ അവസ്ഥ വരുത്തിവെക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പിൽ പറഞ്ഞു. UK അസാധാരണമായ ഉഷ്ണതരംഗം നേരിടുമ്പോഴെങ്കിലും കണ്ണു തുറന്ന് കാണാൻ UN മേധാവി മുന്നറിയിപ്പ് നൽകുന്നു. താപനില കൂടിയതോടെ സതേൺ ഇംഗ്ലണ്ടിലും വെയിൽസിലും സ്കൂളുകൾ അടയ്ക്കുന്നുണ്ട്. റെയിൽവേ യാത്രകൾ വേഗത കുറച്ചും ആശുപത്രി അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കുകയും ചെയ്യുന്നത് പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. 1976 ജൂണിലെ താപനില റെക്കോർഡാണ് ഇക്കുറി തകർക്കപ്പെട്ടത്. സറയിൽ ഇന്നലെ 34.6 വരെ രേഖപ്പെടുത്തിയപ്പോൾ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇതിനെ മറികടക്കുന്ന ചൂടെത്തുമെന്നാണ് കരുതുന്നത്. ബുധനാഴ്ച സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിൽ 38°, വ്യാഴാഴ്ച ഇത് 39°ആയി ഉയരുമെന്നാണ് പ്രവചനം. 2022 ജൂലൈയിൽ 40.3 രേഖപ്പെടുത്തിയതാണ് ഇതുവരെയുള്ള ഉയർന്ന റെക്കോർഡ്. യുക്മ ദേശീയ കായികമേള വൻ വിജയമായി. മിഡ്ലാൻഡ്സ് റീജിയണിന് ഓവറോൾ കിരീടം. യോർക്ക്ഷയർ ആൻഡ് ഹംബർ റീജിയൺ റണ്ണറപ്പും നോർത്ത് വെസ്റ്റിന് 3ാം സ്ഥാനവും സ്വന്തമായി. അസോസിയേഷൻ വിഭാഗത്തിൽ വാർവിക് ആൻഡ് ലിമിംഗ്ടൺ മലയാളി അസോസിയേഷൻ 106 പോയിന്റ് നേടി 1ാം സ്ഥാനവും
ഹൾ ഇന്ത്യൻ മലയാളി അസോസിയേഷൻ 82 പോയിന്റ് നേടി 2ാം സ്ഥാനവും മലയാളി അസോസിയേഷൻ ഓഫ് പോർട്സ്മൗത്ത് 39 പോയിന്റ് നേടി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജൂൺ 14 ശനിയാഴ്ച ബിർമിംഗ്ഹാമിലെ സട്ടൺ കോൾഡ്ഫീൽഡ് വിൻഡ്ലി ലെഷർ സെന്ററിലാണ് കായികമേള സംഘടിപ്പിച്ചത്. യുക്മ ദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ ദേശീയ കായികമേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ജയകുമാർ നായർ സ്വാഗതവും നാഷണൽ ജോയിന്റ് സെക്രട്ടറിയും സ്പോർട്സ് കോർഡിനേറ്ററുമായ റെയ്മോൾ നിധിരി നന്ദിയും രേഖപ്പെടുത്തി. ചടങ്ങിൽ ട്രഷറർ ഷീജോ വർഗീസ്, വൈസ് പ്രസിഡന്റുമാരായ വർഗീസ് ഡാനിയേൽ, സ്മിത തോട്ടം, ജോയിന്റ് സെക്രട്ടറി സണ്ണിമോൻ മത്തായി, ജോയിന്റ് ട്രഷറർ പീറ്റർ താണോലിൽ, റീജിയണൽ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ കായികമേളയിലെ മുൻ വ്യക്തിഗത ചാമ്പ്യന്മാർ ദീപശിഖയേന്തി നയിച്ച കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റായിരുന്നു ചടങ്ങിലെ മുഖ്യ ആകർഷണം. വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും ട്രോഫികളും വൈകുന്നേരം നടന്ന സമാപന ചടങ്ങിൽ സമ്മാനിച്ചു. യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.